ജയിപ്പിക്കുന്ന ഒരു മനുഷ്യന് ഒരു അധികാരമാണ് കയ്യിൽ കിട്ടുന്നത്. അതിനുവേണ്ടി അധ്വാനിച്ചവർ ഒരു അധികാരം കിട്ടാൻ വേണ്ടിയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചരിത്രം എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ചുകൊണ്ട് ഉപദ്രവിച്ച വ്യക്തിയായിരുന്നു. നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്ക് പുറത്തു തന്ന്, നിങ്ങൾ മാപ്പ് തന്ന്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ മുസ്ലിമാകാൻ റെഡിയാണ്, പക്ഷെ ഞാൻ നിങ്ങളോട് ചെയ്തതിനെല്ലാം നിങ്ങൾ എനിക്ക് പുറത്തു തരുമെങ്കിൽ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല അംറേ, ഞാൻ അതൊക്കെ വിട്ടു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതോടെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. ഹിജറ പോകേണ്ട ഘട്ടത്തിൽ ഹിജറ പോയിട്ടുണ്ട്. പക്ഷേ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ മകൻ വന്നിട്ട് വാപ്പാനോടൊരു ചോദ്യമുണ്ട്, വാപ്പാ, എന്താ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ നബി തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലേ? നബി തങ്ങൾക്ക് ബൈഅത്ത് ചെയ്തയാളല്ലേ? നിങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ മരണാസന്ന സമയത്ത് ഇത്ര ബേജാറാകുന്നത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ മനസ്സിൽ കൊത്തി നിറക്കേണ്ടുന്നൊരു വാക്കാണത്. മോനെ, ഞാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാം സ്വീകരിച്ചതോടെ കഴിഞ്ഞതൊക്കെ പൊറുക്കപ്പെട്ടു. മോനെ, ഹിജറ പോയപ്പോൾ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ കരയൂലായിരുന്നു. ഹിജറക്ക് മുമ്പുള്ളതെല്ലാം പൊറുക്കപ്പെടും. പക്ഷേ ഞാൻ ഹിജറക്ക് ശേഷം പ്രവാചകൻ എൻ്റെ കഴിവ് കണ്ടപ്പോൾ, എൻ്റെ നല്ല അധ്വാനശീലം കണ്ടപ്പോൾ, സമൂഹത്തിനെ നയിക്കാനുള്ള ശേഷി കണ്ടപ്പോൾ എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നു. ആ ജോലികൾ ഏൽപ്പിച്ചു, പല പോസ്റ്റുകൾ തന്നു. എനിക്കിപ്പോൾ മരണത്തെ പേടിയാണ്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും ഒരു തരിമ്പ് അനീതി ചെയ്തിട്ടുണ്ടാകുമോ, അതിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ മരണത്തിന്റെ കിടക്കയിൽ ഞാൻ കിടന്ന് കരയുന്നത്. അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നാണ് അവിടെ ആ പറഞ്ഞ ഓർമ്മപ്പെടുത്തൽ കൊണ്ടുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഒന്ന് ഇരുത്തി മനസ്സിലാക്കി ആലോചിക്കുക. ഒരു ജനാധിപത്യ പ്രക്രിയ എന്നത് നമ്മുടെയൊക്കെ കടമയാണ്. അതിലൊക്കെ നമ്മൾ പങ്കുകൊണ്ടു. ശരിയാണ്, സീരിയസ് ആയി കാണേണ്ടുന്ന വിഷയമാണ്. ജനാധിപത്യവും ഭരണമെന്നൊന്നും പറയുന്നത് ഒരു കളി തമാശയായി കാണേണ്ട ഒന്നല്ല. ഭാരവാഹി എന്ന വാക്കിന്റെ അർത്ഥം ആ ഭാരം ഏറ്റെടുക്കുന്നവൻ എന്നാണ്. ഞാനും നിങ്ങളൊക്കെ ഭാരവാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും യജമാനന്മാരാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അവരോടുള്ള കടമ നിർവഹിച്ചിട്ടില്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അയാളുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കുടുംബത്തിന് കൊടുക്കേണ്ട ദീന് കൊടുത്തോ? കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ടത് നീതി പാലിച്ചോ? അങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള ഉത്തരവാദിത്തങ്ങൾ അവനോട് ചോദിക്കപ്പെടും. അതുകൊണ്ട് ഇതൊരു വലിയ അമാനത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് എന്ന ബോധമുണ്ടാവണം. എന്നാൽ ഒരിക്കലും വിജയത്തിന്റെയും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ മതിമറന്ന് അമിതാഹ്ലാദത്തിന്റെ വക്താക്കളായി നമ്മൾ മാറരുത്. അതിൻ്റെ പേരിൽ ഇനി അടി, അതിൻ്റെ പേരിൽ കലാപങ്ങൾ, അതിൻ്റെ പേരിൽ ആഹ്ലാദത്തിന്റെ മറവിൽ ഇനി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി മാറാൻ പാടില്ല. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, ഖാറൂൻ എന്ന് പറയുന്ന ധനാഢ്യനായിരുന്ന പണക്കാരന്റെ ഞെളിപ്പ് കണ്ടപ്പോ, പണം കൊണ്ട് വല്ലാതെ അമിതമായി ആഹ്ലാദിക്കുന്ന കണ്ടപ്പോ നാട്ടുകാര് ഖാറൂനോട് പോയി പറയാണ്, ലാ തഫ്റഹ്, അമിതമായി ആഹ്ലാദിക്കല്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതാഹ്ലാദക്കാരെ അല്ലാഹ് ഇഷ്ടമല്ല. അതൊരു നല്ല ഗുണമല്ല. എന്നാൽ ജയിക്കുമ്പോഴെപ്പോഴും നമ്മൾ അതിൻ്റെ കടമ മറക്കരുത്. പറഞ്ഞു പോയ വാക്കുണ്ടല്ലോ, വാഗ്ദാനങ്ങളുണ്ടല്ലോ, പരമാവധി അത് പാലിക്കണം. കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കണം, പാലിക്കണം. ജനസേവനം ചെയ്യാനുള്ള ചാൻസ് ലഭിക്കുന്നവരൊക്കെ അത് വലിയ പുണ്യമായി കാണണം. ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളാണല്ലോ മുസ്ലിമീങ്ങളായി ഈ രംഗത്ത് മത്സരിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ
എൻ്റെ ഉത്തരവാദിത്തമാണ് ജനസേവന പ്രവർത്തനം ചെയ്യുക എന്നത്. അതെനിക്ക് വമ്പിച്ച കൂലി കിട്ടുന്ന കാര്യമാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഒരാളെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഏറ്റവും നല്ലവനായി പ്രവർത്തിക്കുന്നപ്പോഴാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യനെയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇതൊക്കെ ജനസേവന പ്രവർത്തനം. വഴി ശരിയാക്കി കൊടുക്കൽ, അതുപോലെ തന്നെ ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, കടം വീട്ടാൻ സഹായിക്കൽ, വിശപ്പ് മാറ്റിക്കൊടുക്കൽ, അങ്ങനെയുള്ള ഒട്ടനേകം പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് നാളെ പരലോകത്തേക്ക് കൂടെ അവന് ഉപകരിക്കുന്ന കർമ്മമാണ്. അത് അവസരമായി കാണാൻ അവന് കഴിയണം. 5 കൊല്ലം എന്ന് പറയുന്ന ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷപാതിത്വം കാണിക്കാതെ നീതിയോടെ അതിനെ കൊണ്ടുപോകാൻ ഒരാൾക്ക് കഴിയണം. ധാരാളം അവസരങ്ങളുണ്ട്. പണമുണ്ടാക്കാൻ, കൈക്കൂലി പറ്റാനുള്ള വേദികളുണ്ട്. അധികാരത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ആ ഹലാലായി മാറൂല. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പലപ്പോഴും പറഞ്ഞ വാക്ക, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാതിൽ. അന്യായമായിട്ടൊരു നയാ പൈസ മേടിക്കാൻ പാടില്ല. അന്യായമായി സമ്പത്ത് തിന്നരുത്. ഇനി അതിൽപ്പെട്ട തന്നെ ഹദീസിൽ വന്ന വാക്ക് ലഅനല്ലാഹു റാശി, കൈക്കൂലി വേടിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വൽ മുർതശി, കൊടുക്കുന്നവനെയും, കൂട്ടരെയും ശപിക്കുക. അതൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു അനീതിയുടെ ഭാഗമാണ്. ഇടനിലക്കാരനായി അത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നുവെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ ആഹ്ലാദങ്ങൾ ജനങ്ങൾക്ക് ശല്യമായി മാറരുത്, രോഗികൾക്ക് പ്രയാസമായി മാറരുത്, വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. ജനങ്ങളെ അല്ലെങ്കിൽ വിജയികളെ അമിത പ്രശംസകൾ കൊണ്ട് ആവശ്യമില്ലാതെ പൊതിയരുത്. പടക്കം പൊട്ടിച്ചോ മറ്റോ ജനങ്ങൾക്ക് ഒരു ഉപദ്രവകാരിയായി മാറുന്നവനായി നീ മാറരുത്. വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. പണം കൊണ്ട് ആഹ്ലാദിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് 100 രൂപയ്ക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കേളികളായി മാറാതിരിക്കാൻ വലാ തുബദ്ദിർ തബ്ദീറ, നീ ദുർവിനിയോഗക്കാരനായി മാറരുത്. കിട്ടുന്ന പണം മുഴുവൻ ഒരു കാര്യവുമില്ല, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും നന്മ ചെയ്യുന്നതിന് പകരമായി നീ അതിനെ മാറ്റരുത്. തെറിയും പരദൂഷണങ്ങളും പൊങ്ങച്ചത്തരങ്ങളും പറഞ്ഞുകൊണ്ട് മാന്യമല്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ വിജയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോറ്റവരായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടും മുറിപ്പെടുത്തിയും സംസാരിക്കാതെ അവരെയും കൂടി കർമ്മനിരതരാക്കി പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗമാണ് നാം ആഗ്രഹിക്കേണ്ടത്. മറിച്ച് ദീനിന്റെ വിഷയത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നതുപോലെ പരലോകത്തെ പരാജയമുണ്ടാക്കാൻ ദുനിയാവിലെ വിജയങ്ങൾ കൊണ്ട് കാരണമാകരുത്. ദുനിയാവിലെ നഷ്ടങ്ങൾ നമുക്ക് നഷ്ടമല്ല എന്നും എൻ്റെ യഥാർത്ഥ ലോകം നാളെയാണ് എന്നും ഞാൻ മാത്രം അനുഭവിക്കേണ്ടുന്ന എൻ്റെ ഖബർ മുതൽ എൻ്റെ പരലോകം വരെയുള്ള ദിനങ്ങളിൽ എന്നെ മാത്രമാണ് പരിശോധിക്കുക എന്നത് ബോധ്യത്തോടു കൂടെയാവണം ഇടപെടുന്ന ഏത് രംഗത്തിലും നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണമായി സ്വൈര്യമായി നമ്മുടെ നാടുകളിൽ ജീവിക്കാൻ, കുടുംബത്തോടൊപ്പം നല്ല സന്മനസ്സോടെ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ വലിയ തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. الله سبحانه وتعالى യുടെ വിശാലമായ കാരുണ്യത്തിന് അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സ്വാലിഹീങ്ങളിൽ സച്ചരിതരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി അധ്വാനിക്കണം, പ്രയത്നിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ഏറ്റവും നല്ല അടിമകളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനാ സ്വാതന്ത്ര്യം എന്നത്
ഇസ്ലാമിൽ വലിയ ചർച്ചയുള്ള കാര്യമാണ്. ഒരാണും ഒരു പെണ്ണും ആരാധനയുടെ കാര്യത്തിൽ വിവേചനമില്ല. അവർ സൽക്കർമ്മം ചെയ്തതിനൊക്കെയുള്ള പ്രതിഫലം അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ പള്ളികളിൽ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളിൽ ഒരു സ്ത്രീ ഇബാദത്ത് ചെയ്ത് നമസ്കരിക്കുന്നു, ജുമാ ക്ഷവിക്കുന്നു, അവിടുത്തെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്നു, മാന്യമായ വേഷവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പുരുഷന്മാരുടെ കൂടിക്കലരാതെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സമീപന രീതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, ചില വിഭാഗം ആളുകൾ അവർ പറയും ഹറാമാണ്, അങ്ങനത്തെ അവർ പോകുന്നതേ ഹറാമാണ്. രണ്ടാമതൊരു വിഭാഗം